ശരിക്കും കഴിഞ്ഞ 2 ദിവസം എനിക്ക് പനിയായിരുന്നു. പനിയും വെച്ചിട്ടാണ് 2 പടങ്ങൾ കണ്ടു തീർത്തത്. ഇന്നലെ ബേബി ഗേൾ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ പനി കൂടി കിടപ്പിലായി. സോ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു കോമഡി പടം കണ്ടേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ട പടമാണ് മാജിക് മഷ്റൂംസ്. നാദിർ ഷാ സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അക്ഷയ ഉദയകുമാർ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. പ്രണയിക്കുക, വിവാഹം കഴിക്കുക, ഈ ഒരു ജീവിത അന്ത്യാഭിലാഷവുമായിട്ട് നടക്കുന്ന തൊഴിൽ രഹിതനായിട്ടുള്ള നായകൻ. ഇങ്ങനെ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയമായിട്ട് വന്ന പുതിയ സിനിമയാണ് മാജിക് മഷ്റൂംസ്. സത്യമാണ് ഗൈസ്, ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രേമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു പാർട്ണറെ എങ്ങനെയെങ്കിലും ഒരു 30 വയസ്സിനുള്ളിൽ കണ്ടെത്തുക. ഇനി കണ്ടെത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ തേച്ചിട്ട് പോയാൽ ജീവിച്ചിരിക്കരുത്, ആറ്റിപ്പോയി ചാടുക. വർഷങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയും ഇത്തരത്തിലുള്ള പ്രണയ സിനിമകളും ഒക്കെ പറയുന്നതാണ്. അതാണ് ശരിക്കും കറക്റ്റ്. അല്ലാതെ കരിയർ, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി, പണം സമ്പാദിക്കുക, ഡ്രീംസ്, ഇതിലൊന്നും കാര്യമൊന്നും. കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയായിക്കൊള്ളും. മാജിക് മഷ്റൂംസ് ഉണ്ടല്ലോ, പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ചിത്രം എന്നൊക്കെ പറയില്ല, അതുപോലെ കാലത്തിന് പിമ്പേ സഞ്ചരിച്ച ഒരു ബിലോ ആവറേജ് ഔട്ട്ഡേറ്റഡ് കോമഡി പടമാണ് കട്ടിലിനടിയിലെ ഋതിക് റോഷൻ അല്ല മാജിക് മഷ്റൂംസ്. ഈ പടത്തിലെ പോസിറ്റീവ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ അത് തന്നെ പറയാം. ഇതിലെ നായിക കഥാപാത്രം കൊള്ളാമായിരുന്നു. ആ കഥാപാത്രത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മൈക്രോ മിനിയേച്ചർ ആർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ പെൻസിൽ ടിപ്പിലൊക്കെ ആർട്ട് ചെയ്യുന്ന കലാകാരി. അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ഡീറ്റെയിലിംഗ് ഒക്കെ കാണാൻ പറ്റുന്ന അത് ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിന്റെ ഭംഗിയും ഒക്കെ അവൾക്ക് കാണാൻ കഴിയും എന്ന മട്ടിൽ നായകനെ അവൾ പ്രണയിച്ച കാര്യമൊക്കെ കഥയിൽ പറയുന്നുണ്ട്. അത് കൊള്ളാമായിരുന്നു. അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നായകൻ ശരിക്കും കാണാൻ കൊള്ളത്തില്ല. അവളുടെ ആ ഒരു മൈക്രോ കണ്ണിലൂടെ കണ്ടപ്പോഴാണ് അവന് ഭംഗിയുണ്ടായത്. അത് കൊള്ളാം. സോഷ്യൽ മീഡിയ താരവും 1-2 തമിഴ് പടം അതുപോലെ ഒരു മലയാള പടത്തിലും ഒക്കെ മുമ്പ് അഭിനയിച്ചിട്ടുള്ള അക്ഷയ ഉദയകുമാറാണ് ഇതിൽ നായികയായിട്ട് വന്നിരിക്കുന്നത്. നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. നസ്രിയയുടെ ശബ്ദമുള്ള ആരോ ആണ് പുള്ളിക്കാരിക്ക് ഡബ് ചെയ്തിരിക്കുന്നത്, അതും കൊള്ളാം. സോ ഈ ആർട്ടിസ്റ്റ് നായികയുടെ കണ്ണിലൂടെ കാണുന്നത് പോലെ പടത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സീനുകളിൽ അത്തരത്തിലുള്ള ഒരു മൈക്രോ ഫ്രെയിംസ് ഒക്കെ ഒരുക്കി ഇതിന്റെ ക്യാമറയും കൊള്ളാമായിരുന്നു. സുജിത് വാസുദേവനാണ് ഇതിന്റെ ക്യാമറമാൻ. നൈസ് വർക്കാണ്. പിന്നെ ഒരു പോസിറ്റീവ് എടുത്തു പറയേണ്ടത് സംവിധായകൻ നാദിർ ഷായെ കുറിച്ചാണ്. പുള്ളിയുടെ പണ്ടുകാലം മുതലുള്ള കോമഡി പാരഡി പാട്ടുകളൊക്കെ കേട്ട് വളർന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും. അതേസമയം ബോഡി ഷെയ്മിങ്, സ്ത്രീ വിരുദ്ധത, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കോമഡികളിലും പാട്ടുകളിലും വരികളിലും ഒക്കെ കാണാമെന്ന് ഹേറ്റേഴ്സ് പറയാറുണ്ട്. ഇപ്പോ അമർ അക്ബർ അന്തോണിയിലെ പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ, അതില് നാദിർ ഷാ തന്നെ എഴുതിയ, അദ്ദേഹം തന്നെ മ്യൂസിക് ചെയ്ത പാട്ടാണ്. ഷാറുഖ് ഖാന്റെ ഗ്ലാമർ ഉണ്ടെങ്കിൽ പ്രേമിക്കും, കാശില്ലെങ്കിൽ അമീർ ഖാന്റെ പുറകെ പോകും, അതുപോലുള്ള മനോഹരമായിട്ടുള്ള വരികൾ. അതുപോലെ കട്ടപ്പനയിലെ പെണ്ണിനെത്ര ബുദ്ധി ഉണ്ടെങ്കിലും പച്ചമാങ്ങ തീറ്റിച്ചാണുങ്ങൾ മുങ്ങുമേടി, അദ്ദേഹമല്ല എഴുതിയത്, പക്ഷെ അദ്ദേഹത്തിന്റെ പടത്തിലെ പാട്ടാണ്. സ്ത്രീ വിരുദ്ധ മകുടങ്ങൾ എന്നൊക്കെ ഹേറ്റേഴ്സ് പറയുന്ന വരികളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തവണ അതുപോലത്തെ അധികം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കോമഡി അല്ലെങ്കിൽ പാട്ടിലെ വരികളൊക്കെ ഹേറ്റേഴ്സിന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ കുറവാണത്. അങ്ങനെ ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ അവിടെയൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ആദ്യം തൊട്ട് പറയേണ്ടി വരും. ഒരു തേപ്പ് കഥയിലാണ് ഈ പടം തുടങ്ങുന്നത് തന്നെ. പക്ഷെ അതെങ്ങനെ തേപ്പായി എന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതായത് നായകന്റെ വൺ സൈഡ് ലവ് ആണ്. നായകനും ആ പെൺകുട്ടിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണുള്ളത്. അവന് മാത്രമാണ് പ്രേമമുള്ളത്. അതാണെങ്കിൽ പറയാതെ വെച്ചിട്ട് അവൻ പറയാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവളുടെ കല്യാണം അവനെ വിളിക്കും. അതായത് അവൾക്ക് അതുവരെ മനസ്സിലായിട്ടേ ഇല്ല ഇവൻ അവളെ പ്രേമിക്കുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ അതെങ്ങനെയാണ് തേപ്പായതെന്ന് എനിക്ക് അങ്ങോട്ട് ആലോചിച്ച് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവള് തേച്ചെന്നും പറഞ്ഞ് എന്റെ മരണത്തിന് ഉത്തരവാദി അവളും കെട്ടാൻ പോകുന്നവനുമാണെന്നൊരു മെസ്സേജ് ഇട്ടിട്ട് ആറ്റിച്ചാടി കഷിച്ചാകാൻ നോക്കും. സത്യം പറയാലോ, അപ്പൊ അവൻ ചത്തുപോകുമായിരുന്നെങ്കിൽ. എന്നിട്ട് എ ഫിലിം ബൈ നാദിർ ഷാ എന്ന് എഴുതി കാണിച്ചാൽ 1/2 മണിക്കൂർ കൊണ്ട് ഈ പടവും തീർന്നതിന് വളരെ സംതൃപ്തമായിട്ടുള്ള ഒരു എൻഡിങ്, അങ്ങനെയുള്ള ഒരു കഥ. ഇങ്ങനെയുള്ളവനൊക്കെ ഭൂമിക്ക് തന്നെ ഭാരമാണ്, ചാവുന്നതായിരുന്നു നല്ലത് എന്നൊരാശ്വാസം കിട്ടിയേനെ. പക്ഷെ തീരില്ല, 2 മണിക്കൂർ ഇനി ബാക്കി കിടക്കുന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലെ നായകൻ. ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാത്രമേ നിലവിൽ പറ്റുകയുള്ളൂ. കാരണം പുള്ളി ഇങ്ങനെയുള്ള ക്യാരക്ടർ മാത്രമല്ല ചെയ്യാറുള്ളൂ. ടൈലർ മെയ്ഡ്. ഒരുത്തിയുടെ കയ്യിൽ നിന്ന് തേപ്പ് വാങ്ങുക, അടുത്തവളുടെ പുറകെ പോവുക, തേപ്പ് കിട്ടുക, പ്രേമിക്കുക, തേപ്പ് കിട്ടുക, തേപ്പ് കിട്ടുക, പ്രേമിക്കുക, തേപ്പ് കിട്ടുക. യെസ്, അതായിരിക്കണം ജീവിത ലക്ഷ്യം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ പ്രിയ വേഷങ്ങൾ. കട്ടപ്പനയിലെ ഋതിക് റോഷനിൽ നിന്നും ഇതിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നായകൻ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ 1/2 മണിക്കൂർ കട്ടിലിനടിയിൽ തന്നെയാണെന്നുള്ളതാണ്. സോ ഇത് കട്ടിലിനടിയിലെ ഋതിക് റോഷൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല, വെറൈറ്റി അല്ലേ. ഇനിയിപ്പോൾ അടുത്ത പടത്തിലും ഇതുപോലെയുള്ള വ്യത്യസ്തമായ റോളുകൾ വരട്ടെ അദ്ദേഹത്തിന്. കട്ടപ്പനയിൽ ധർമ്മജന്റെ പകരക്കാരനായിട്ട് ഇതില് എബിൻ ബിനു ആണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു. ഇതിൽ നീറ്റായിട്ട് ചെയ്തിട്ടുള്ളത് നായിക അക്ഷയ, അതുപോലെ ജാഫർ ഇടുക്കി, പിന്നെ നമ്മുടെ നായികയുടെ അപ്പനായിട്ട് വന്ന പണിയിലൊക്കെയുള്ള നടനില്ലേ ബോബി കുര്യൻ, പിന്നെ നമ്മുടെ ചൂരലുണ്ടല്ലോ ഷമീർ ഖാൻ, അങ്ങനല്ലേ പേര്. പുള്ളിയുടെ 1-2 കൗണ്ട്, ട്യൂബ്ലൈറ്റ് കടിച്ചു പൊട്ടിക്കൽ, അതൊക്കെ രസമുണ്ടായിരുന്നു. അവിടെയാണ് ഞാനൊന്ന് ചിരിച്ചത്. ബാക്കിയുള്ളതിലെ കോമഡിയൊക്കെ വൻ കോമഡിയാണ്. ഇവര് സെന്റിമെന്റൽ ആണ്. ഒരാളെ സെന്റി, മറ്റവൻ മെന്റൽ. ആ ഒരു ലെവൽ നമ്മളിങ്ങനെ ചെറുപ്പം മുതൽ കേൾക്കുന്ന ബേസിക്
ചളികളാണ്. സിദ്ധാർത്ഥ് ഭരതനൊക്കെ എന്തിനാണ് ഈ പടത്തിന് തലവെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പന്ന ക്യാരക്ടറാണ്. വെറുപ്പിക്കുന്നതിൽ ഇതിൽ കുറെ പേര് തമ്മിൽ മത്സരിച്ചിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. പടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഓർഡറിൽ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിലെ ആദ്യത്തെ നായിക മീനാക്ഷി ദിനേശ്, പിന്നെ പുള്ളിക്കാരുടെ ഭർത്താവായിട്ട് വരുന്ന അൽതാഫ് സലീം, ഇവർ രണ്ടുപേരും ഇജാതി ക്രിഞ്ച് തൊലിഞ്ഞ കോമഡി കാണിച്ച് രണ്ടും കൂടെ വെറുപ്പിച്ചിട്ടുണ്ട്. ഒരു മരണ കോമഡിയൊക്കെ ഉള്ളത് നല്ല മാരണമായിരുന്നു. നെക്സ്റ്റ് ഹരിശ്രീ അശോകനാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ എത്രയോ സ്റ്റാൻഡേർഡ് കോമഡികൾ നമ്മൾ കണ്ട് വളർന്നതാണ്. ഇതിൽ പുള്ളി പറയുന്ന ചളി കേട്ടിട്ട് തിയേറ്റർ മുഴുവനും പ്രഷർ വാഷ് ഇട്ട് അടിച്ചു കഴിയേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ പൂജ മോഹൻരാജ് അത്യാവശ്യം നല്ല റോളൊക്കെ ചെയ്യുന്ന ഒരു നടിയായിരുന്നു. പക്ഷെ ഈ പടത്തില് വെറുപ്പിക്കൽ പ്രോ മാക്സ് ആണെന്ന് പറയാം. ഇതില് വെറുപ്പിക്കൽ കിരീടം പുള്ളിക്കാരിക്കാണ്. ലാസ്റ്റിലൊരു പുള്ളിക്കാരുടെ ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഉണ്ട്. അത് കണ്ടാൽ തൊലി തിരിഞ്ഞു പോകും. ഇത് കടിക്കുവോ എന്ന് ഇതിലെ ഒരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ അജു വർഗീസും ജോണി ആന്റണിയും ഒക്കെ ക്യാമിയോ എന്ന് പറയാവുന്ന റോളിൽ വന്നു പോകുന്നുണ്ട്. ക്യാമറ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നൈസാണ്. സുജിത് വാസുദേവ് ആണ്. ഫ്ലാഷ് ബാക്കിൽ ഇവരുടെ ഒരു കളർ ടോൺ ഉണ്ടായിരുന്നു, നല്ല ബോറായിരുന്നു. സൗണ്ട് ഡിസൈൻ കൊള്ളാം. ഈ നാരങ്ങ വെള്ളം എടുക്കുന്നത്, ഗ്ലാസ്സിലേക്ക് പകരുന്നത്, പച്ചക്കുതിരയെ കാണിക്കുന്നത്, അങ്ങനെ സൗണ്ട് ഇഫക്ട്സ് ഒക്കെ അവിടെ നല്ലതായിരുന്നു. മ്യൂസിക് നാദിർ ഷാ തന്നെയാണ്. എടുത്തു പറയത്തക്കതായിട്ടൊന്നുമില്ല, പഴയ സ്റ്റൈലാണ്. പാടിയതിൽ KS ചിത്ര, ശങ്കർ മഹാദേവൻ, ശ്രേയ ഘോഷാൽ, റിമി ടോമി, വിനീത് ശ്രീനിവാസൻ, അങ്ങനെ പ്രഗത്ഭരാണ് ലിസ്റ്റിലുള്ളത്. ഇതിൽ നായിക ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ട്. അമ്പലത്തിലെ ഉത്സവത്തിന് കൈകൊട്ടിക്കളിയാണെന്ന് അനൗൺസ് ചെയ്തിട്ട് സിനിമാറ്റിക് ഡാൻസ് നായിക കളിക്കുന്ന ഒരു പാട്ട്. അതാണ് എനിക്ക് ഇതിൽ ഭേദപ്പെട്ട ഒരു പാട്ടായിട്ട് തോന്നിയത്. വരി എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് പടം കാണുമ്പോൾ ആ പാട്ട് ഓക്കെ ആയിരുന്നു. ഇനി ഇതിൽ കൂടുതൽ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ നോ ഇമോഷണൽ കണക്ഷൻ, പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെ ഒരു ടോട്ടൽ മെസ് ആണെന്ന് പറയാം. ക്യാരക്ടേഴ്സ് മിക്കതും വിയേർഡ് ക്യാരക്ടേഴ്സ് ആണ്. ഫ്ലാഷ് ബാക്കിൽ ഒരു മരണം, അതിന്റെ കാരണം ഉൾപ്പെടെ ഒന്നും കൺവിൻസ് ആയില്ല. ആവശ്യമില്ലാത്ത 5-6 പാട്ടുണ്ട്. കപ്പ പൊളിക്കുമ്പോഴുള്ള ഐറ്റം ഡാൻസ് ഒക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പാട്ടുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ തന്നെ പടം ഒരു 1.25 മണിക്കൂർ തീരുമായിരുന്നു. സോ മൊത്തത്തിൽ തേപ്പ് കഥകളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഡയറക്ടർ നാദിർ ഷയും അതുപോലെ തേപ്പ് സ്റ്റാർ ആയിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണന്റെയും വക പ്രേക്ഷകർക്കുള്ള മറ്റൊരു തേപ്പാണ്, മീൻസ് പ്രേക്ഷകരെ തേക്കുന്ന മറ്റൊരു ബിലോ ആവറേജ് സംരംഭമാണ് മാജിക് മഷ്റൂംസ്. ഇത് വാങ്ങുന്നതും കഴിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ച് കഴിച്ചുപോയി. എന്റെ വയറ്റിലും ഇപ്പൊ നല്ല സുഖമില്ല. ഞാൻ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ബട്ട് ചിലർക്ക് ഇത് അമൃതമായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് കഴിക്കുക, ആസ്വദിക്കുക. 2 മണിക്കൂർ 20 മിനിറ്റ് എങ്ങാണ്ടാണ് സിനിമയുടെ റൺ ടൈം. 18+ അല്ല, 180+ ആണ്. അതായത് അത്രയും പ്രായമുള്ളവർ കണ്ടാൽ മതി. അത്രയും പഴയൊരു ട്രീറ്റ്മെന്റ് ആണ് പടത്തിനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ മഷ്റൂം കഴിച്ചവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരി, എന്നാ നാദിർ ഷായ്ക്ക് ബുദ്ധിയുണ്ടെങ്കിലും മുളപ്പടം ചെയ്താൽ പ്രേക്ഷകർ പൊട്ടിക്കും. എന്റെ